സാങ്കേതിക തകരാറ് മൂലം ജൂൺ 14 മുതൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തുടരുന്ന ബ്രിട്ടീഷ് റോയൽ നേവിയുടെ F-35B4 വിമാനം സൈനിക ചരക്ക് ഗതാഗത വിമാനത്തിൽ കയറ്റിവിടും എന്നാണ് റിപ്പോർട്ടുകൾ. എങ്ങനെയാണ് ഒരു പോർ വിമാനത്തെ ചരക്ക് ഗതാഗത വിമാനത്തിന് വഹിക്കാൻ കഴിയുക? നോക്കാം. ചരക്ക് വിമാനത്തിൽ കയറ്റി ഒരു പോർ വിമാനം കൊണ്ടുപോകാനാകുമോ? 20 ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ F-35B വിമാനം സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാനാകാതെ തിരുവനന്തപുരത്ത് തുടരുകയാണ്. വിമാനം ചരക്കു വിമാനത്തിൽ കയറ്റി ബ്രിട്ടനിലേക്ക് എത്തിക്കാനാണ് ബ്രിട്ടീഷ് റോയൽ നേവിയുടെ തീരുമാനം. ഈ പോർ വിമാനം ഏറ്റവും വലിയ സൈനിക ചരക്കു ഗതാഗത വിമാനമായ C-17 ഗ്ലോബ് മാസ്റ്ററിൽ കയറ്റി ബ്രിട്ടനിലെത്തിക്കാനാണ് നീക്കം. എന്നാൽ C-17 ഗ്ലോബ് മാസ്റ്ററിൽ കയറ്റണമെങ്കിൽ F-35Bയുടെ ചിറകുകൾ വിമാനത്തിൽ നിന്നും വേർപെടുത്തേണ്ടതായി വരും. C-17 കാർഗോ ജെറ്റിന് 26 മീറ്റർ നീളമുണ്ടെങ്കിലും വീതി 4 മീറ്റർ മാത്രമേ ഉള്ളൂവെന്നതാണ് ഇതിന് കാരണം. ഇതാദ്യമായല്ല ഒരു ചരക്ക് വിമാനത്തിൽ കയറ്റി F-35 വിമാനം എയർലിഫ്റ്റ് ചെയ്യുന്നത്. 2019 ഫ്ലോറിഡയിലെ എഗ്ലിൻ വ്യോമതാവളത്തിൽ നിന്നും യൂട്ടായിലേക്ക് ഒരു F-35 ലൈറ്റനിംഗ് 2 വിമാനം വിജയകരമായി എയർലിഫ്റ്റ് ചെയ്തിരുന്നു. ചിറകുകൾ ഇളക്കി മാറ്റുന്ന സമയത്ത് ബ്രിട്ടീഷ് സൈന്യം പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും. F-35 നിർമ്മിച്ച കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിന്റെ എഞ്ചിനീയർമാരാണ് വിമാന ചിറകുകൾ അഴിച്ചുമാറ്റുക. റിസർച്ച് ഡെസ്ക് 24.